പശ്ചിമേഷ്യയിലെ സംഘർഷം ഒഴിവാക്കാൻ മുൻകൈയെടുത്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രിയോട് എസ് ജയശങ്കർ. ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണങ്ങളിൽ ഇറാൻ പ്രസിഡന്റിനെ വിളിച്ച് ആശങ്ക അറിയിച്ച പ്രധാനമന്ത്രി. ഡിഗോ ഗാർഷിയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ വൻ പ്രതിഷേധം. ഇറാൻ 4000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈൽ അയക്കുന്നതാദ്യം. പത്രികാ സമർപ്പണത്തിന് ശേഷിക്കുന്നത് ഒരു ദിവസം മാത്രം. മങ്കട ഒഴിച്ച് എല്ലായിടത്തും ഇടതു സ്ഥാനാർത്ഥികളായി. താനൂരിൽ ടി മുഹമ്മദ് സമീർ, വള്ളിക്കുന്നിൽ CP മുസ്തഫ, കാസർഗോഡ് ഷാനവാസ് പാതു, നടൻ വിവേക് ഗോപൻ അടക്കമുള്ളവരുമായി BJPയുടെ മൂന്നാം ഘട്ട പട്ടിക. മങ്കടയിൽ ലീഗിന് വിമതൻ. തലസ്ഥാനത്ത് പാടുപെട്ട് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയപ്പോൾ ഇടതുപക്ഷത്ത് പാളയത്തിൽപ്പെട. പ്രതിഷേധവുമായി ജനാധിപത്യ കേരള കോൺഗ്രസ്. സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കിയതും അറിയിച്ചില്ലെന്ന് ഡോക്ടർ KC ജോസഫ്. സുധീർ ജയിക്കുമോ തോൽക്കുമോ എന്ന് പറയുന്നില്ലെന്നും പ്രതികരണം. പ്രചാരണം തുടങ്ങി സുധീർ കരമന. ഈ നാടിന്റെ പ്രിയങ്കരനായ സാരഥി സുധീർ കരമന ഈ നാടും നാട്ടുകാരും അണിഞ്ഞൊരുങ്ങിയ ആവേശപൂർവ്വം നൽകിയ നൂറുകണക്കിന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ പ്രിയപ്പെട്ട സുധീർ കരമന ജനമനസ്സിന്റെ അകത്ത് സ്ഥായിയായ സ്ഥാനമുണ്ടാക്കി നാടിനെ ഉള്ള കയ്യിലെടുത്ത് ഈ നാടിനെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നമുക്കതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിന് ഞാനും നിങ്ങളും ഇത്തിരി വിയർപ്പൊഴുക്കണം. ജയിക്കാൻ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് K സുധാകരൻ. കണ്ണൂർ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു. TO മോഹന് വോട്ട് ചെയ്യണമെന്ന ആഹ്വാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെയല്ല ഇക്കുറിയെന്നും സുധാകരൻ. സീറ്റ് കിട്ടാത്തവരെ അനുനയിപ്പിച്ച് VD സതീശൻ. എല്ലാവർക്കും സർക്കാരിൽ സുപ്രധാന പദവി നൽകുമെന്ന് KC വേണുഗോപാൽ. 100% കോൺഗ്രസുകാരനായി തുടരുമെന്ന് റിയാസ് മുക്കോളി. സ്ഥാനാർത്ഥിയാക്കാൻ CPMകാർ ബന്ധപ്പെട്ടിരുന്നുവെന്നും റിയാസ്. വോട്ടെടുപ്പിന് മുമ്പേ ക്ഷേമ പെൻഷനുകൾ നൽകാൻ സർക്കാരിന്റെ നീക്കം. ഈ മാസത്തെ പെൻഷൻ 25-ാം തീയതിക്ക് ശേഷം. ഏപ്രിലിലേത് ഈ മാസം 31 കഴിഞ്ഞ് നൽകുമെന്നും സർക്കാർ. വിഷു പ്രമാണിച്ചാണെന്ന് വിശദീകരണം. രാഷ്ട്രീയായുധമാക്കാൻ UDF. തിരുവനന്തപുരത്തുകാരായ കുടുംബം എറണാകുളത്ത് ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നം മൂലം. മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് പങ്കെന്ന് പോലീസ്. വടുതലയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2 സ്ത്രീകളെയും 3 കുട്ടികളെയും.